ഇപ്പം ഞാൻ ചാറ്റ് ജി പിയോട് ചോദിക്കും, ചാറ്റ് ജി പി ആദ്യം എന്നോട് പറഞ്ഞെന്നറിയാമോ, ഈ യുദ്ധം ഉണ്ടായാൽ ഗ്യാസാണ് മുടങ്ങാൻ പോകുന്നത്, അത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യങ്ങൾ പ്രധാനപ്പെട്ടത് നിൻ്റെ രാജ്യമായിരിക്കും, നീ വേണേൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്തോളാണ്. ഞാൻ സിലിണ്ടർ ബുക്ക് ചെയ്ത് കേട്ടോ, അത് വേറെ കാര്യമേ. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രാജ്യങ്ങളൊന്ന് നമ്മളായിരിക്കും. നമ്മൾ പോയി നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കലല്ല വേണ്ടത്. അവിടുത്തെ പരമോന്നത നേതാവ് ആരായാലും അയാൾ കൊല്ലപ്പെടും, ആ കാണിച്ചത് തോന്നിയാസാണെന്ന് പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി നമുക്ക് വേണ്ടേ? ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടാൻ കഴിയുന്ന തരത്തിൽ പവർഫുൾ രാജ്യം ഇന്ത്യ ഒരു ലോക്കൽ രാജ്യമല്ല. ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ ശക്തിയാണ്, ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ്, ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ്. ഈ അമേരിക്കയും ചൈനയും ഉണ്ടാക്കുന്ന സാധനം മുഴുവൻ വാങ്ങിച്ചു കൂട്ടേണ്ട വലിയ വിപണിയാണ്. നമുക്ക് ആ നിലയ്ക്കുള്ള ലോകത്തുണ്ട്. നമ്മളൊരു ചപ്പടാച്ചി രാജ്യമല്ല. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് മാറിയിരിക്കുകയാണ്. വേറെ എന്തൊക്കെയോ ദുരൂഹമായ കാരണങ്ങളാൽ നാം വല്ലാത്തൊരു തരം വിചിത്രമായ മൗനം അവലംബിക്കുകയാണ്. അതിൻ്റെ ആരാ പേ ചെയ്യേണ്ടി വരുന്നത്? നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവരിങ്ങനെ പ്രസംഗിക്കും, 50 ദിവസം കൂടി നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നം ഞാൻ തീർത്തു തരാം, അല്ലെങ്കിൽ ഞാൻ മറ്റതിൻ്റെ പ്രശ്നം കോവിഡ് ഞാൻ പരിഹരിച്ചു തരാം. പക്ഷേ ജനം ചെരുപ്പില്ലാതെ തെരുവിലൂടെ നടക്കുമായിരുന്നു. സർക്കാർ എന്താണ് ജിയോ പൊളിറ്റിക്സ് എന്ന്, എന്താണ് നയതന്ത്ര ബന്ധങ്ങളെന്ന്, എന്താണ് റീജിയണൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്ന വിഭാവന ശേഷി ഉണ്ടാവണം. പറയുന്നതും ചെയ്യുന്നതും മുഴുവൻ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്തെ താല്പര്യങ്ങൾ. ഇവിടെ എങ്ങനെ 10 വോട്ട് കിട്ടും, അസം എങ്ങനെ പിടിക്കാൻ പറ്റും, ബംഗാൾ എങ്ങനെ പിടിക്കാൻ പറ്റും, തമിഴ്നാട്ടിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ അല്ലല്ലോ ചർച്ച. എന്താണ് ജിയോ പൊളിറ്റിക്സിനെ കൈകാര്യം ചെയ്യേണ്ടത് മനസ്സിലാക്കാനുള്ളൊരു സന്ദർഭമാണ്. അതിൽ ഇറാനകത്തുനിന്ന് പാഠമുണ്ടെന്നാണ് ഞാൻ പറയാം.